ഞങ്ങൾ ഈ ഒരു മലേഷ്യൻ ട്രിപ്പ് വന്നിട്ടുള്ളത് 2D സ്റ്റോറീസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസിയുടെ കൂടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യാണ്. എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഗൈഡും എല്ലാവരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബട്ടർ ബണ്ണിന്റെ ഒരു അപരനായിട്ട് വരും, പക്ഷെ അതിനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടല്ലേ? ടേസ്റ്റ് ഉണ്ട്. നമ്മളിപ്പം നല്ല രസം നേരിടാ. ഒന്നാമത് ഫ്ലൈറ്റ് ഡിലേ, പക്ഷെ നമ്മൾ നേരത്തെ എയർപോർട്ടിൽ കയറി. അയ്യോ പറയണ്ട പിന്നൊന്നും. അങ്ങനെ എന്താ പറയുക, നമ്മളിവിടെ ഇറങ്ങിയിട്ടും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷൻ നല്ല ലേറ്റായി, കാര്യം ഒരുപാട് പേര് വരുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് നമ്മളിതിപ്പം ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പുത്രജയയിലോട്ട് പോവും. അത് കഴിഞ്ഞതിന് ശേഷം റൂമിലായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം നല്ല ടയേർഡാണ്, നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് എയർപോർട്ടിൽ നിന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പുത്രജയിലേക്ക് പോകുന്നത്. കാര്യം ഓൾറെഡി ഞങ്ങൾ 2-3 hours ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റൊക്കെ. പക്ഷേ നല്ല കാം ആൻഡ് ക്വയറ്റ് ആൻഡ് നീറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ മലേഷ്യ. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്രജയ വരുന്ന വഴിക്കുള്ള ബ്രിഡ്ജിലാണ് കേട്ടോ. അവിടെ നോക്കിയാൽ നമുക്ക് പുത്രജയ കാണാൻ പറ്റും. ഈ ലേക്ക് കണ്ടോ? ഈ ലേക്ക് വന്നിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ. അതായത് ഇത് ഒറിജിനൽ ആയിട്ടുള്ളതല്ല, ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എടുത്തതാണ്. ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ഇത് കണ്ടോ? കാണിക്ക് വ്യൂ ആണെങ്കിൽ കറന്റ്ലി വി ആർ അറ്റ് എവിടെയാണ് സാന? പുത്രജയ മോസ്കിലാണുള്ളത് കേട്ടോ. അപ്പൊ അതിന്റെ ഉള്ളിൽ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ക്ലൗഡൊക്കെ ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നമ്മൾ മലേഷ്യയിൽ വന്നിട്ട് ഫസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ലൊക്കേഷൻ ഇതാണ് കേട്ടോ, പുത്രജയ. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോയിട്ട് ബാക്കി കാണാം. പുത്രജയ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വാങ്ങിയത് കോട്ട് ഉണ്ടോ, ഇതിട്ട് നോക്കാം. മലേഷ്യയിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേമസ് സിറ്റിയിൽ ഒന്നാണ് കേട്ടോ പുത്രജയ. കുലാലംപൂരിലെ സൗത്തിലായിട്ടാണ് ഈ ഒരു പുത്രജയ സിറ്റി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. 20th സെഞ്ച്വറിയിലെ ആർക്കിടെക്ചർ ഇൻക്ലൂഡിങ് പുത്രജയ മോസ്ക്, ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പുത്രജയ മോസ്ക് ഒക്കെ കാരണമാണ് ഈ ഒരു സിറ്റി ഫേമസ് ആയത് കേട്ടോ. പുത്രജയ മോസ്കിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പിങ്ക് ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്രാനൈറ്റ്സ് വെച്ചിട്ടും അതുപോലെ തന്നെ അവിടുത്തെ വലിയ ഡോംസ് ഒക്കെ ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ പറയുവാണെങ്കിൽ മാൻമെയ്ഡ് ആയിട്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലേക്കിന്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പുത്ര മോസ്ക് വരുന്നത്. 1997 പുത്ര മോസ്കിന്റെ കൺസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഒരു 2 years കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ വർക്ക് കംപ്ലീറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആവാൻ അവർക്ക് എടുത്തിട്ടുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ 250 million മലേഷ്യൻ റിംഗറ്റ്സ് ആണ്. അങ്ങനെ എല്ലാവരും ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ പുത്രജയ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ടൂർ ഗൈഡ് നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്, റൂം, അക്കോമഡേഷൻ, ഫുഡ്, ട്രാവൽ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ്. ഫുഡൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു. ആൻഡ് എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. അതുപോലെ ഗ്രൂപ്പ് ട്രിപ്പ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരുപാട് സ്ഥലത്തുള്ള ഒരുപാട് പേരുടെ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഭയങ്കര ഇപ്പം ആലോചിക്കുമ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. ആൻഡ് കുറേ ഫാമിലീസിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി, ഫ്രണ്ട്സിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡയറക്റ്റ് റൂമിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ചേച്ചി മാർക്കർ ഇല്ലായിരുന്നു വരയ്ക്കാൻ, നൈൽ പോളിഷ് വെച്ചാണ് ആ പേര് ഞാൻ എഴുതിയ. എന്നെ കഷ്ടപ്പെടുന്നത് ഈ പട്ടി വിലയിലെടുത്തന്നെ. ഹായ്, ഹലോ, ഹായ് ഗൈസ്. അപ്പോൾ നമ്മളത് 2D സ്റ്റോറീസിൻ്റെ 6 PM ആകുമ്പോൾ നമ്മൾ ഇറങ്ങാൻ പറഞ്ഞു. നമുക്ക് ട്വിൻ ടവറിൽ ഫോട്ടോ എടുക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ്. ഇതാണ് നമ്മുടെ റിസോർട്ട്. ആക്ച്വലി നമ്മളത് അങ്ങ് മേലെയാണ് കേട്ടോ, ഏറ്റവും മേലെയുള്ള ടോപ്പ് ഫ്ലോറാണ്. ആൻഡ് ആക്ച്വലി ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് കണ്ടോ, കുഞ്ഞു മീനൊക്കെ ഉണ്ട്. സൂപ്പർ ലൊക്കേഷൻ ആണ്. ആക്ച്വലി ഈ ഒരു ഹോട്ടൽ വലിയൊരു ഹോട്ടലാണ്. ഇത് കണ്ടാൽ അറിയത്തില്ലേ ഇതെന്താണല്ലേ, നമ്മൾ അകത്ത് കയറിയാൽ തെറ്റിപ്പോവാം. അതേപോലെയാണ് അവർ നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് ഒരു 39 റേഞ്ചിൽ അവർ ഇത്രയും അടിപൊളി റിസോർട്ടാണ് നമുക്ക് തരുന്നത്. ഒരു ദിവസം ഈ റിസോർട്ട് കാണാൻ തന്നെ ഉണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇതിൻ്റെ നടുക്കൊക്കെ നിന്ന് അടിപൊളി ഫോട്ടോസ് എടുക്കാം. അപ്പോൾ നമ്മൾ 6 PM ആയപ്പോൾ കറക്റ്റ്
ട്വിൻ ടവറിൽ ഫോട്ടോ എടുക്കാൻ പോകാൻ കേട്ടോ. അപ്പം ഞാനും താനത്തിൽ സനായും ഒരേപോലത്തെ ഡ്രസ്സാണ്. ആക്ച്വലി ബാക്കിയുള്ളവർ കുറച്ചൊന്ന് ലേറ്റ് ആവുന്നുണ്ട് ഇറങ്ങാൻ. അപ്പോൾ അവരവിടെ വെയിറ്റിംഗ് ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഞാൻ ആക്ച്വലി ഈ കണ്ടോ, ഈ ഒരു വ്യൂ അടിപൊളി വ്യൂ അല്ലേ? ഞങ്ങളുടെ ഹോട്ടലിലെ വ്യൂ ആണ് കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങളുടെ റൂമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ട്വിൻ ടവറിൽ പോകുന്നത്. ഓപ്പോസിറ്റ് നോക്കിയാൽ ട്വിൻ ടവർ കാണാം. അത് കണ്ടോ. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി ഇറങ്ങി മലേഷ്യയിൽ വന്നിട്ട് ട്വിൻ ടവർ കാണാതെ പോയി. നോ വേ. അതുപോലെ നമ്മൾ ഓൾമോസ്റ്റ് മലേഷ്യയിൽ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് ഈ ട്വിൻ ടവർ എന്ന് പറയുമ്പോൾ. അതായത് നമ്മൾ ദുബായിൽ ബുർജ് ഖലീഫ പോലെ തന്നെയാണല്ലോ മലേഷ്യയിൽ ട്വിൻ ടവർ. അങ്ങനെ ഞങ്ങളിത് 3 പേര് നോക്കി ഞങ്ങൾ മറ്റേ സ്റ്റുഡിയോ മാച്ചൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഗൈസ് ലുക്ക് അറ്റ് ദിസ്. ഇത് കാണാനാണ് നമ്മള് ട്രിവാൻഡ്രത്തുനിന്ന് മലേഷ്യയിൽ വന്നിരിക്കുന്നത്. കണ്ടില്ലേ? സമാധാനായോ? നൈറ്റ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് നോക്കിയിട്ട്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാഷൊക്കെ വരും, 10 റിംഗിറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസ് അവരുടെ ഫോണിൽ നല്ല പ്രൊഫഷണൽ ആയിട്ട് എടുത്തിരുന്നുണ്ടാവും. പിന്നെ നമ്മൾ നേരത്തെ കണ്ട യെല്ലോ ബിൽഡിംഗ് അല്ലേ, അത് അവിടുത്തെ പബ്ലിക് ബാങ്ക് ആണ്. ഇതാണ് നമ്മുടെ പെട്രോണാസ് ട്വിൻ ടവർ. ഈ ട്വിൻ ടവേഴ്സിന്റെ ടവേഴ്സിലായിട്ട് 110 ഫ്ലോർസ് വീതം 2ലും ഉണ്ട് കേട്ടോ. വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് ആണെന്ന് അറിയാലോ. ഐ മീൻ ട്വിൻ ടവേഴ്സിലെ ഏറ്റവും ടോളസ്റ്റ് ആണ്. ട്വിൻ ടവർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമ്മൾ സ്ട്രീറ്റ് ഫുഡ് ഏരിയയിലേക്ക് പോവാണ് കേട്ടോ. ആക്ച്വലി എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് 2D സ്റ്റോറീസിനോട് തന്നെയാണ് കേട്ടോ. അവർ വെറും 39,000 നമുക്ക് ഈ ഒരു ട്രിപ്പ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് അതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡഡ് ആണ്, ട്രാൻസ്ഫർ, അക്കോമഡേഷൻ, ഫുഡ് എല്ലാം. അതായത് ഇപ്പോൾ നമ്മൾ സൈറ്റ് സീയിങ് കാണാൻ പോകുമ്പോൾ ആ സൈറ്റിലെ ടിക്കറ്റ്സ് വരെ അവർ നമുക്ക് വേണ്ടി എടുത്തിട്ടുണ്ടാവും. ഞങ്ങൾക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ്. ഞങ്ങളുടെ എന്തായാലും 5 ഡേയ്സ് ട്രിപ്പ് 39,000 ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് പേര് 29,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചിലതിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു എക്സെപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. 2D സ്റ്റോറീസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഈ ഒരു വീഡിയോ ഓൾ ത്രൂ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെന്താ, ഞങ്ങൾ ട്വിൻ ടവറിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് കണ്ടോ ഇതാണ് ട്വിൻ ടവർ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോൾസ് അല്ല, ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ പുറത്തുപോയി സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ സാവധാനം ട്വിൻ ടവറൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സ്ട്രീറ്റിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ, ലവ് യു.